ഒരു വിവാഹമോതിരം ശരി, അങ്ങനെ ശരി. എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. ദൈവത്തിന്റെ മന്ദിരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന ഒരു വിശുദ്ധൻ ഈ വക കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായി പറയുകയാണ്. മോക്ഷം പ്രാപിക്കേണ്ടതിനും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുകൊണ്ട് വെള്ളി കുരിശ്, പൊൻകുരിശ് ഒക്കെ ഇപ്പോഴും ദേവാലയങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളാരും ഈ പറയുന്ന വേർപെട്ട ദൈവജനത്തിന് മറ്റുള്ളവരായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട അനേകർ ഇന്നും ഈ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. മാന്യപ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആഭരണദാനത്തെക്കുറിച്ചുള്ളതായ ഒരു വചന പഠന പരമ്പരയാണ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചിത്രീകരിക്കാൻ പോകുന്നത്. വചനം എന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ എബ്രഹാം ചെമ്പോലെയാണ്. പ്രിയ സഹോദരനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഈ ആഭരണധാരണം എന്നുള്ളതായ വിഷയത്തെപ്പറ്റി പഠിക്കുകയായിരുന്നു. ആദ്യ സമയത്ത് നമ്മൾ പഴയ നിയമത്തിൽ ആഭരണധാരണത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിത്രീകരിച്ചു. അതിനുശേഷം നമ്മൾ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തുടർന്ന് നമുക്ക് ലേഖനങ്ങളിൽ ആഭരണത്തെക്കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആഭരണധാരണം എന്താണ് ലേഖനങ്ങളിൽ പറയുന്നതെന്ന് ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ആളുകൾ പൊതുവെ ലേഖനങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. സുവിശേഷങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല. പിന്നെ നമുക്കിത് ഉപയോഗിക്കുന്നുള്ള ദോഷം തന്നെ. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളുടെ മാത്രം ഒരു കണ്ടുപിടുത്തമാണ് എന്നൊരു ധാരണ ജനത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ഒരു വാക്ക് കൊടുക്കാവുന്ന മലയാള ഭാഷയിൽ തെറ്റിദ്ധാരണ എന്നാണ്. മനസ്സിലായോ? വചനം വളരെ വ്യക്തമായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉപേക്ഷയായി വിചാരിക്കാൻ ഒരു വിശ്വാസിയെ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എവിടെയാണെന്ന് നോക്കണ്ടേ. ആഭരണം എന്ന വാക്ക്, സ്വർണം എന്ന വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം പത്രോസിൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകണം. ആ വാക്ക് ആദ്യം കിട്ടണം എന്ന് ശഠിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ആ വാക്യത്തിലേക്ക് പോകണം. അത് പത്രോസിൻ്റെ ആദ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യത്തിൽ ഒരു വാക്ക് പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന് തീർത്ത് പറയല്ലേ. അല്ല, ആകാം എന്നൊരു വിശദീകരണം അവിടെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ സാധ്യത വെച്ചുകൊണ്ടല്ല പൗലോസിനെ ദൈവാത്മാവ് അത് എഴുതാൻ ഇടയാക്കിയിട്ടുള്ളത്. ഖണ്ഡിതമായ ഭാഷ. എന്താ പറയുന്നത്? പൊന്ന്, വെള്ളി, ഇത് ലേഖനങ്ങളിൽ പറഞ്ഞാൽ അപ്പോൾ പത്രോസിൻ്റെ ലേഖനം ലേഖനമല്ല എന്ന് പറയാൻ പഠിക്കണം. അത് സാധിക്കത്തില്ലല്ലോ. ബൈബിളിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഈ പത്രോസിൻ്റെ ലേഖനം ലേഖനങ്ങളിൽ ഒന്ന് തന്നെ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? പൊന്ന് വെള്ളിയാണ് മനുഷ്യൻ്റെ ആത്മരക്ഷയോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് വന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് വിലയില്ല എന്ന് വരും. അതുകൊണ്ട് പൊന്ന് വെള്ളി എന്നുള്ള കാര്യങ്ങൾക്കല്ല നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നവിടെ വളരെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. പൊന്ന് വെള്ളി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം കൂടെ ഇവിടെ ഓർക്കണം. നമ്മുടെ കർത്താവിൻ്റെ ജീവിത കാലയളവിൽ കറൻസി നോട്ടുകൾ എന്ന് പറയുന്നതിനേക്കാൾ പലപ്പോഴും പറയുന്ന വാക്ക് ധനം എന്നൊക്കെ പറയുന്നത് ഈ പൊന്ന് അതുപോലെ വെള്ളി എന്നുള്ള പദപ്രയോഗങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പത്രോസ് എടുത്തു പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ നിരൂപിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്വരൂപിച്ച് വെക്കുന്ന ആ പൊന്നോ ആ വെള്ളിയോ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയോട് ബന്ധപ്പെട്ട് യാതൊരു നിലയിലും ഉപകരിക്കുന്ന വസ്തുക്കളല്ല. ഇനി അത് വ്യർത്ഥമായ നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. അതും കൂടി കാരണം വ്യർത്ഥമായ പിതൃപാരമ്പര്യമായ എന്ന വാക്കല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
പിതൃപാരമ്പര്യവും വ്യർത്ഥമായൊരു കാലത്ത് നിങ്ങൾ ജീവിച്ചു. അന്ന് നിങ്ങൾക്ക് ഇതിന് വലിയ വില കൊടുത്തതാ. കാരണം ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളാരും ഈ പറയുന്ന വേർപെട്ട ദൈവജനത്തിന് മറ്റുള്ളവരായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ സഹോദരനും ആ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ പിതാക്കന്മാർ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട അനേകർ ഇന്നും ഈ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ആഭരണങ്ങൾ ഉപയോഗിച്ചും പൊന്നും ഒക്കെ അവരുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമായി വീണ്ടെടുപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് ദേവാലയങ്ങളിൽ പൊന്നും വെള്ളിയും അർപ്പിക്കുന്ന ദേവാലയങ്ങൾ ഇന്നുമുണ്ട്. അവരുടെ പാപങ്ങളുടെ നിവാരണത്തിനും ധന്യമായ ഭാവി ജീവിതത്തിനും മോക്ഷം പ്രാപിക്കേണ്ടതിനും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുകൊണ്ട് വെള്ളി കുരിശ്, പൊൻകുരിശ് ഒക്കെ ഇപ്പോഴും ദേവാലയങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ദോഷം വരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അന്നേ പത്രോസ് എന്ന അപ്പോസ്തലനെ കൊണ്ട് ലേഖനമായി എഴുതിച്ചു, ഇതതിനുള്ളതല്ല, ഇത് നിങ്ങൾ വിട്ടവരാണ്, ആ വിട്ട കാര്യത്തെ ഇനിയും നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരരുത്, ഇത് വ്യർത്ഥമാണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ വാക്കെടുത്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് ആദ്യം പോകുന്നത്. ഇനി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ആ വാക്കുകളോട് നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾക്കുണ്ടായ ആത്മീക പരാജയത്തെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെ നിങ്ങളുടെ ശരീരം പിശാചിൻ്റെ മന്ദിരമായിരുന്നു, നിങ്ങൾ വസിച്ചിരുന്നത് പിശാചായിരുന്നു. പക്ഷെ ഇന്നതല്ല. നിങ്ങൾ കൊരിന്ത് എന്ന് പറഞ്ഞ സഭയിൽ കൂടി വരുന്ന വിശ്വാസികളാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ്. നാം വിശ്വസിക്കുന്ന ദൈവം അദൃശ്യരൂപിയാണ്. ക്രൂശിൽ മരിച്ചവനെങ്കിലും അടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ തന്നെ ആളുകളിലൂടെ തന്നെ ലോകത്തോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നമുക്ക് ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തേക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു ശരീരമാണ് സഹോദരൻ്റെ ഈ ശരീരം. ആ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന സകല വിശ്വാസികളുടെയും ശരീരങ്ങൾ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ വികലമാക്കുന്നത് അത് പഴയ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. പഴയ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന മറ്റൊരു വശ്യശക്തി ലോകത്തുണ്ട്. ആ വശ്യശക്തിയുടെ ഉൾപ്രേരണ നിമിത്തം പുറമേ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയുമ്പോൾ ആ പിശാച് എന്ന നിങ്ങളുടെ പഴയ ദൈവത്തെയാണ് നിങ്ങൾ പ്രസാദിപ്പിക്കുന്നത് മറക്കണ്ട. അതുകൊണ്ട് പറഞ്ഞ വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് വളരെ കർശനമായ ഒരു വാക്കുമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, പിശാചിനെ അല്ല. മുൻപ് നിങ്ങളുടെ ശരീരങ്ങൾ പിശാചിൻ്റെ മന്ദിരമായിരുന്നു. പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ നടന്നു, പ്രവർത്തിച്ചു, ജീവിച്ചു, പഠിപ്പിച്ചു, പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഈ ശരീരം തന്നെയാണ് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അദൃശ്യനായ ദൈവം നിങ്ങളുടെ ഈ മർത്യശരീരങ്ങളിൽ ഇറങ്ങി വസിക്കുകയാണ്. അതുതന്നെയാണ് പൗലോസ് കൊലോസി ലേഖനം 1:27 വായിക്കുന്നില്ല, അവിടെയും ഇതേ കാര്യം പറയുന്നുണ്ട്. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാക്കിൻ പ്രകാരം, ക്രിസ്തു തന്നെ പറഞ്ഞ വാക്കിൻ പ്രകാരം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചിട്ട് ഈ ശരീരങ്ങളെ, മർത്യശരീരങ്ങളെ, പുഴുവരിക്കുന്ന ഈ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി ദൈവം മാറ്റുമ്പോൾ ദൈവത്തിന് താല്പര്യമുണ്ട്. ഇത് വികലമാക്കരുത്. ലോകമക്കളുടെ മുൻപാകെ പിശാചിൻ്റെ മന്ദിരമായി ജീവിക്കുന്ന ആളുകൾ പൂമാല ചാർത്തിയോ, പൊട്ടുകുത്തിയോ, മൂക്കുത്തി അണിഞ്ഞോ, ചെവിയിൽ കാതിൽ കുണുക്കനിട്ടോ, കഴുത്തിന് നെക്ലേസ് ഇട്ടോ, മോതിരോ, എന്തു സാധനമാകട്ടെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൻ പഴയ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവൻ്റെ ദൈവം പഴയ ദൈവമാണ്. പഴയ ദൈവം പിശാചാണ്. അവൻ്റെ ശരീരം പിശാചിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന ഒരു വിശുദ്ധൻ ഈ വക കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതെ, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. കാരണം പൊന്ന്, വെള്ളി എന്ന് പറയുന്നത് അത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ. അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് കറപ്റ്റബിൾ തിങ്സ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കറപ്റ്റബിൾ ആയിട്ടുള്ളതായ അല്ലെങ്കിൽ അഴിഞ്ഞു പോകുന്നതായ വസ്തുക്കളാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇടുന്നത്. അത് ശരീരം എന്ന് പറയുന്നത് പൊടിയായോ അല്ലെങ്കിൽ പുരിഞ്ഞൊരു ഇരയായി തീരേണ്ടതായ ഒരു ശരീരമല്ല. അതിനേക്കാളും അധികമായിട്ട് ദൈവത്തിൻ്റെ മന്ദിരമായ ഒരു ശരീരം.
നമ്മൾ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായ ശരീരം ഈ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്ത് ഇടുന്നത് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞങ്ങളെ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പലപ്പോഴും ഒരു ആഭരണത്തോടുള്ള ഭ്രമത്തെക്കാൾ അധികമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വിവാഹമോതിരം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. അതായത് മുഴുവൻ ആഭരണം ഇടുന്നില്ല, കാലുവിരലിലും കൈവിരലിലും മൂക്കിലും ചെവിയിലും അത് കഴുത്തിലും പിന്നെ കൺപുരിയത്തിലും എന്ന് വേണ്ട ഇടാവുന്നിടത്തെല്ലാം ഇടുന്നതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ശരീരം തുളച്ചിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അതെ അതെ. പിന്നെ ഒരു ചെറിയ നെക്ലേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പിന്നെ വിവാഹ മോതിരമായിട്ട് ഒക്കെ ഒന്ന് ഇടുന്നതിനകത്ത് ദോഷമെന്നാ ചോദ്യം. ഈ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ഈ വിവാഹ മോതിരമായിട്ട് മോതിരം അണിയുമ്പോഴാണ് അവനൊരു വിവാഹിതനാകുന്നത് എന്നൊരു ചിന്തയുണ്ട്. ഞാനിതുവരെ മനസ്സിലാക്കിയതാണ്. എനിക്ക് ഒരു പക്ഷേ ലോകം മുഴുവൻ ഞാൻ നടന്നിട്ടില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണെങ്കിൽ ഈ വിവാഹമോതിരം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു നിയമമല്ല. അല്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയില്ല. മറ്റ് രാജ്യങ്ങളിലും വിവാഹമോതിരം അണിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹിതരാകൂ എന്ന് പറയുന്നൊരു വ്യവസ്ഥയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ഇതര സർക്കാരുകളോ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ അശോക സ്തംഭത്തോടു കൂടിയുള്ള സീലടിച്ച ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഈ മോതിരം കാണിച്ച് നടന്നാൽ പോരെ. ഇനി ഈ മോതിരമാണോ ഒരു പുരുഷനെ അവൻ വിവാഹിതനാണെന്ന് തെളിയിക്കുന്നത്? അവൻ്റെ സമ്പർക്കം, അവൻ്റെ സംസാരം, ഇടപെടൽ, ഈ കാര്യങ്ങൾ അവൻ ഒരു വിവാഹിതനാണോ എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ചില ആളുകൾ കുരിശു പൊക്കി കാണിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതിന് സമാനമായ അർത്ഥരഹിതമായ ഒരു പ്രയോഗമാണ് വിവാഹമോതിരം അണിഞ്ഞ് ഞാൻ വിവാഹിതനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അതിൻ്റെ മറുവശം കൂടെ സഹോദരൻ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ പറയട്ടെ. ഇപ്പം ഞാൻ ഈ ഒരു വിവാഹമോതിരം അണിയുക, ഈ വിവാഹമോതിരം ഞാൻ കാണിക്കുന്ന എന്താ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുകയാണെന്ന് അറിയിക്കാൻ. അപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന സഹോദരൻ, ജസ്റ്റസ് വിവാഹമോതിരം അണിയുന്നില്ല, അണിയാതെ തന്നെ വിവാഹിതനാണ് അല്ലേ? അപ്പം ഞാൻ വിവാഹമോതിരം അണിയുന്നത് കൊണ്ട് ഞാൻ വിവാഹിതനാണെന്ന് തെളിയിക്കുന്നു. അപ്പോൾ വിവാഹമോതിരം അണിയാത്തവരോ കല്യാണം കഴിച്ചവരല്ല എന്ന് ലോകത്തോട് പറയുന്നു. അതെന്തിനു വേണ്ടിയാ? അന്യ സ്ത്രീകളുടെ വശീകരണത്തിൽ പെടാതിരിക്കാൻ ഞാൻ ഈ ആഭരണം അല്ലെങ്കിൽ മോതിരം അണിഞ്ഞ് കാണിക്കുമ്പോൾ ആഭരണം അണിയാത്ത ആളുകൾ അന്യസ്ത്രീയുടെ വശീകരിക്കാൻ വേണ്ടി ആഭരണം ഇല്ലാതെ നടക്കുകയാണെന്ന് എന്ന് പരസ്യമായി പ്രസ്താവിക്കുന്ന ഒരു അയോഗ്യമായ നടപടിയായി വഴിമാറില്ലേ? അപ്പോൾ ആഭരണം ദൈവവചനപ്രകാരം ഉപേക്ഷിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? ഈ വിവാഹമോതിരം വേണം, ഞാൻ വിവാഹിതനാണെന്ന് തെളിയിക്കാനെന്ന് ശഠിക്കുന്നത് മറ്റുള്ള ദൈവമക്കളെ ആക്ഷേപിക്കുന്ന ഒരാക്ഷേപ പ്രവർത്തനമാണ്. അതൊരു വശം. ഇനി അതിൻ്റെ മറുവശം, ഈ വിവാഹം ഞാൻ ഒരു മോതിരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഇന്ന് വിവാഹമോതിരത്തിനു വേണ്ടി ശഠിക്കുന്നവൻ നാളെ അവൻ്റെ തലമുറ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനായി അധപ്പതിക്കും. അതിൻ്റെ മറുവശം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം. ഇനി അതിൽ വേറൊരു വശം കൂടെ പറയാം. ഈ ആഭരണം അല്ല, ഞാനൊരു ചെറിയ മോതിരമേ അണിയുന്നുള്ളൂ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ 100 ഇടുന്നില്ല, ഞാൻ 1 പവനും ഇടുന്നില്ല, ഞാൻ വളരെ ശകലമേ ഇടുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ മദ്യപാനിയായ ഒരുത്തൻ സഭയെ വന്നു. ഞാൻ നേരത്തെ 10 കുപ്പി കള്ളു കുടിക്കുമായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടത് കാരണം എനിക്ക് 10 വേണ്ട. എനിക്ക് ഉന്മേഷം, വചനമൊക്കെ വായിക്കുമ്പോൾ നല്ല ചിന്തയും ഒരു നല്ല ആലോചനയൊക്കെ ഒന്ന് കിട്ടാൻ, എൻ്റെ കണ്ണൊന്ന് തെളിഞ്ഞു വരാൻ ഒരു ശക്കലം കഴിച്ചൊരു, അതെന്നോടൊരാൾ പറഞ്ഞതാ. എന്നോടൊരാൾ പറഞ്ഞ കാര്യമായി പറഞ്ഞ്, സഹോദരൻ ഞാൻ അധികമൊന്നും കഴിക്കുന്നില്ല, ഞാൻ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, അതിൻ്റെ ദോഷം അത് വിട്ടിട്ട് ഞാൻ, അപ്പോൾ അത് വിട്ടിട്ട് സ്നാനപ്പെടാമെന്ന് എന്നോട് പറയണ്ട. അപ്പോൾ ഈ ആഭരണം ഊരിയിട്ട് സ്നാനപ്പെടണമെന്ന് പറയുന്നതും ആഭരണം ഇട്ടുകൊണ്ട് ഞാനൊരു വിവാഹിതനാണെന്നൊക്കെ കാണിക്കുന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായ വാക്കുകളാണ്. അവൻ്റെ ഉള്ളിലിരിക്കുന്നത് അവൻ്റെ പഴയ ആത്മാവാണ്, പിശാചാ ഉള്ളിലുള്ളത്. അവൻ്റെ മന്ദിരം പിശാചിൻ്റെ മന്ദിരമാണ്. അവൻ്റെ ആഗ്രഹങ്ങളൊന്നും വിട്ടിട്ടില്ല. ഇന്നൊരു മോതിരം ആഗ്രഹിക്കുന്നത് നാളെ കള്ളും
അതിനടുത്ത ദിവസം പെണ്ണും അതിനടുത്ത ദിവസം മോഷണവും കൊലപാതകവും വരെ ചെയ്യാൻ മടിക്കില്ല. കാരണം ക്രമേണയാണ് തലമുറകൾ വഴിതെറ്റി നശിക്കുന്നത്. അതുകൊണ്ട് ഒരു മോതിരമായാലും അല്ല ഇനി ഒരു മാലയായാലും ഇതൊന്നുമില്ലാതെ ഒരു സാധനമായാലും അണിയുന്നത് ദൈവസന്നിധിയിൽ അപമാനകരമായ പ്രവൃത്തിയാണ്. അതിന് താഴെ പറയാൻ ഒരു വാക്ക് പോലും ഞാൻ കാണുന്നില്ല. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു പരീക്ഷയ്ക്ക് ജയിക്കാൻ ഒരാളിന് 50 മാർക്ക് വേണമെന്ന് വിചാരിക്കേ, 49 ആയാൽ ജയിക്കുമോ? ഇല്ല. ഒരാൾക്ക് 40 കിട്ടി, ജയിച്ചോ? ഇല്ല. അപ്പോൾ അതിന് ദൈവം വെച്ചിരിക്കുന്നൊരു പടിയുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡമുണ്ട്. ആ വെച്ച മാനദണ്ഡം അനുസരിച്ചാണ് വേർപാടിൻ്റെ അനുഭവത്തിൽ വന്നവരൊക്കെ ഊരിയത്. അല്ലാതെ സൈമൺ സാറ് പറഞ്ഞത് കേട്ടതുകൊണ്ടോ ചെറിയാൻ സാറ് പറഞ്ഞത് കേട്ടതുകൊണ്ടോ ഇവിടെയുള്ള ബിഷപ്പുമാരൊക്കെ ഊരിയിട്ട് സ്ഥാനപ്പെട്ടതുകൊണ്ടോ മറ്റുള്ള ആളുകൾ കാണിച്ചത് കൊണ്ടും. പിന്നെ ഞാനൊന്ന് നോക്കി എത്ര ആളുകൾ ഞാൻ നോക്കിയപ്പോൾ ഭൂരിപക്ഷം ഊരിയോരാ. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഞാൻ അങ്ങോട്ട് ഊരി. അങ്ങനെയൊന്നും ഊരുന്നതല്ല. ദൈവവചനം വളരെ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു വേർപാടിൻ്റെ ജീവിതം പാലിക്കാൻ. അതുകൊണ്ട് ഒരു മോതിരം ആഗ്രഹിക്കുന്ന ഒരാളിന് ഒരു മാലയും കൂടി ഇടണമെന്നേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ സഭയിൽ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സഹോദരൻ, ഞാനൊരു ചെറിയ മാല ഇട്ടോടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാ പറഞ്ഞത്? ഒരു മാല മാത്രം അണിയരുത്, വേണ്ടുവോളം അണിയണം, പക്ഷേ ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത് അല്ലേ? ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് പോയ ആൾ പിന്നെ പോയി മദ്യപിച്ചു. ഇവിടെ ഈ ആഭരണം വേണമെന്ന് പറഞ്ഞ് ശടിച്ച ആൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ട ശേഷം അദ്ദേഹം മദ്യപിച്ച് സ്കൂട്ടറിൽ ചെന്ന് താഴെ വീണ് നാട്ടുകാർ വിളിച്ചാണ് പറയുമ്പോഴാണ് അവിടെ ആരാധനയ്ക്ക് വന്നിരുന്ന ആളെ വഴിസേരി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുഭവം കൂടെ ചേർത്ത് പറയാം. അല്പം ആഗ്രഹിക്കുന്നവൻ അധികം പാപത്തിനു വേണ്ടി തയ്യാറാകുകയാണെന്ന് ഓർത്തുകൊള്ളുക. വചനം അനുവദിക്കുന്നില്ല, യാതൊരു സംശയവും അക്കാര്യത്തിൽ വയ്ക്കേണ്ടതില്ല. അത് വളരെ വ്യക്തമായിട്ട് അങ്കിൾ പറഞ്ഞു. കാരണം ഒരു ചെറുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഒരു ചെറിയ പാപം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഒരു അല്പം എന്ന് പറയുന്നതും അത് അല്ലാതെ ധരിക്കുന്നത് പോലെ ആണ്. അത് മാത്രമല്ല, അങ്കിൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് വിവാഹമോതിരം എന്ന് പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ ആ വിവാഹമോതിരം ധരിക്കാത്ത ആളുകളെ അവരെ കൊള്ളിടാത്തവരാക്കി കാണിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ വരുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് അങ്കിൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാറുള്ളതും ചിന്തിക്കാറുള്ളതുമായ ഒരു കാര്യമാണ്, സ്വർണം വേണ്ട എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വർണ്ണ കണ്ണടകൾ ധരിക്കുന്നു, സ്വർണ്ണ വാച്ചുകൾ. സ്വർണം തന്നെ വേണമെന്നില്ല, അതിനേക്കാളും വിലയേറിയ വാച്ചുകൾ, റോളക്സിൻ്റെ പോലെയുള്ളതായ വിലയേറിയ വാച്ചുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ആഡംബരമായ വാഹനങ്ങൾ, ആഡംബര ഭവനങ്ങൾ, ഇതെല്ലാം ഇന്ന് കാണുന്നില്ലേ? അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഈ സ്വർണ്ണപ്പല്ല് വെച്ച ഒരാളെ ഒരു ചേട്ടത്തി ഒരു അമ്മച്ചിയെ തൊട്ട അയലക്കത്തെ വീട്ടിൽ ചെന്നിച്ച് ഇഞ്ചി ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പല്ല് അയലക്കും കാണണം ഞാൻ വെച്ചു എന്ന്. അതിനുവേണ്ടി ഇഞ്ചി എന്ന് ചോദിച്ചാൽ വായിങ്ങനെ പൊളിഞ്ഞു വരുമല്ലോ. ഇതേപോലെയുള്ള ഒരർത്ഥമില്ലാത്ത കുറേ ചിന്തകളാണ് ഈ പറയുന്നതൊക്കെ. പല്ല് സ്വർണ്ണമാണേ അത് പല്ലല്ലേ അല്ലേ? ഇനി ഇത് കണ്ണട സ്വർണ്ണമാണെങ്കിൽ ഇതൊരു കണ്ണടയല്ലേ? ആണല്ലോ. വാച്ച് സ്വർണ്ണമാണ്, വാച്ചല്ലേ? വസ്ത്രം വില കൂടിയത്, വില കുറഞ്ഞത്. ഒരു IAS വരെ പഠിച്ച പയ്യൻ കളക്ടറായിട്ട് ജോലി ചെയ്യുമ്പം പാറമടയെ പണിക്ക് പോണ രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി ഇടുന്ന കീറിപ്പറഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ട് അവൻ്റെ ഓഫീസിൽ പോകാനൊക്കത്തില്ല. വില കൂടിയ വസ്ത്രം അണിയുന്നത് അവൻ്റെ സ്ഥാനം, അവൻ്റെ മാനം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ സാമ്പത്തിക ഭദ്രത, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയ ആ അടിസ്ഥാനം എടുത്തു നോക്കുമ്പോൾ അവൻ്റെ മാന്യതയെ അവൻ അതുപോലെ തന്നെ നിലനിർത്തേണ്ടതിന് വേണ്ടി അവൻ്റെ കണ്ണാടി, അവൻ്റെ വസ്ത്രം, അവൻ്റെ ചെരുപ്പ്, അതൊക്കെ അതിനെ അനുസരിച്ചായിരിക്കും. ഇനി സ്വർണമെന്ന് പറയുന്നത് എന്താ ആവശ്യം എന്ന് പറഞ്ഞേ? വസ്ത്രം ശരീരത്തിൻ്റെ സംരക്ഷണം, കണ്ണട കണ്ണ് കൃത്യമായിട്ട് കാണാൻ, വാച്ച് സമയം അറിയാൻ, ഇതിനെല്ലാം ഒരു ആവശ്യമുണ്ട്. ഒരു കാറ്, അത് വില പിടിപ്പുള്ളതാകട്ടെ വില കുറഞ്ഞതാകട്ടെ, അതിൻ്റെ ഉപയോഗമില്ലേ? ഉണ്ടല്ലോ.
സ്വർണ്ണമായാലോ കൈ മുറിച്ചോണ്ട് പോകും, കൈയെ മുറിച്ചോണ്ട് പോകും, ഈ ചെവിയെ മുറിച്ചോണ്ട് പോകും, മൂക്ക് ചിലപ്പോൾ കത്തിരിച്ചോണ്ട് പോയെന്ന് വരും. അവിടെ നഷ്ടമാണ് വരുന്നത്, ദോഷങ്ങളാണ് വരുന്നത്, കൊലപാതകമാണ് സംഭവിക്കുന്നത്. ഞാൻ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യെരമ്യാ പ്രവാചകൻ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതിനോട് ചേർത്തൊന്ന് ചിന്തിച്ച് ഒന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. യെരമ്യാ പ്രവാചകൻ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ഒന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി ഈ ചോദ്യത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കാം. യെരമ്യാ ഉണ്ടോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വായിക്കാം. പ്ലീസ്. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നറിയാവോ? എന്നതാ? നിനക്ക് പ്രാണഹാനി വരും. പ്രാണഹാനി. ആവരണം മാത്രമല്ല, അങ്ങോട്ട് പുരി അങ്ങോട്ട് വടിച്ച് പറിച്ച് പിന്നെ ഇങ്ങോട്ട് വരച്ചൊടിച്ച് കണ്ണെല്ലാം അങ്ങോട്ട് മഷി അങ്ങോട്ട് കോരി തേച്ച് ഇതിനുവേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പെയിന്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ. അത് ഇംഗ്ലീഷിലുണ്ടോ അവിടെ? ഒന്ന് വായിച്ചേ പ്ലീസ്. ഇംഗ്ലീഷ് ദൈ ഫേസ് വിത്ത് പെയിന്റിംഗ് എന്ന് തന്നെയാണ് കാണുന്നത്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യുന്ന പോലെ ഇന്ന് പെൺപിള്ളേരെ ചിലർക്ക് അങ്ങോട്ട് വരച്ച് വെക്കുന്ന കണ്ടാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പച്ച കുത്തരുത്. ഇതൊക്കെ ബൈബിളിൽ വലിയ വ്യക്തമായ പ്രമാണമായിരിക്കുമ്പോൾ പിശാചിൻ്റെ ശരീരമാക്കി ദൈവത്തിൻ്റെ ശരീരത്തെ മാറ്റുന്നവനാണ് ഈ കണ്ണാടിയെ ചോദിക്കുന്നത്. അവൻ എന്തിനാണ് ഇത് ചോദിക്കുന്നത്? ഇതിൻ്റെ മറവിൽ അവന് വേറെ ചില കാര്യങ്ങൾ സാധിക്കണം. അതൊരു ശരിയല്ലാത്ത മാതൃകയല്ലേ? എന്നെ കുറ്റം പറയുന്നത് എന്തെന്ന് മനസ്സിലായില്ല. അത് അവർ വലിയ വസ്ത്രമുള്ള ഇടുന്നുണ്ടല്ലോ, ഇത്ര വിഷമേന? അവൻ്റെ വണ്ടി വലിയ വില കൂടുതലേ, ഇത്ര വിഷമേന? ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്നാ? ഇതിൻ്റെ മറവിൽ നിനക്കെന്നാ ലക്ഷ്യം? അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, നീ രക്താംബരം അണിഞ്ഞാലും കൊള്ളാം, പിന്നെ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണെഴുതിയാലും കൃതാവ് വരച്ചാലും കണ്ണെഴുതിയാലും മീശ വരച്ചാലും നീ എന്തെല്ലാം ദോഷങ്ങൾ നിന്റെ ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തെ നീ ചെയ്തു വെച്ചാലും അത് നിനക്ക് ദോഷം ചെയ്യും, പ്രാണഹാനി വരും. പ്രാണഹാനി. അനവധി സംഭവങ്ങളാണ് ആഭരണം അണിഞ്ഞ ആളുകൾ ഇത് മുഖാന്തരം അനുഭവിക്കുന്നത് എന്ന് വാർത്തകൾ നമ്മൾ അറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ താരതമ്യം ചെയ്യലിൽ നന്മയല്ല അതിൻ്റെ പുറകിലുള്ളത്. അത് ആത്മീകത്വത്തിനല്ല, ഒരു ആത്മീക ശക്തി പകരാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല അത്. പാപം ചെയ്യാൻ വേണ്ടി ഒരു പഴുത് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന ചോദ്യമാണ്. അതിന് നമ്മൾ കേവലം ഒരു വിലയും അർത്ഥവും കൊടുക്കാതെ പുച്ഛിച്ച് പുറന്തള്ളണം. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടത്. നിലവിൽ എന്തെങ്കിലും മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അല്ല, അത് അങ്കിൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് നമ്മളൊരു വാഹനം പോലെയോ, അത് വാഹനം നമ്മുടെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ യാത്രാ സൗകര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം പോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭവനത്തിൽ നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്നതായ ഭവനത്തിൽ ഉള്ളതായ സൗകര്യങ്ങൾ പോലെയല്ല ഒരു ആഭരണം എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിലുള്ളതായ താരതമ്യം, അതായത് ഒരു വ്യക്തിക്ക് വില കൂടിയ വസ്ത്രം എന്ന് പറയുന്നത് അയാളുടെ സ്ഥാനത്തിനും ഔദ്യോഗിക സ്ഥാനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആളുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് ചിലപ്പോൾ അത് അത്ര വലുതായിരിക്കില്ല. എന്നാൽ ഒരു അങ്കിൾ പറഞ്ഞ പോലെ ഒരു പാറമടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അത് വില കൂടിയതും അത്രയും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതുമായ കാര്യമായിരിക്കും. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ആണ്. ഞാൻ ഒരു ചോദ്യം കൂടെ ഞാൻ ഞങ്ങളോട് ഇത് ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ കുട്ടികൾ, അതായത് നമ്മുടെ സഭയിലുള്ളതായ കുഞ്ഞു കുട്ടികൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, അവരൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ് കൂടെ പഠിക്കുന്നവർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആഭരണം ഇടാത്തത് എന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മറുപടി അങ്കിൾ പറയാമോ? എന്തുകൊണ്ടാണ് ഈ ആഭരണങ്ങൾ ഉപേക്ഷിക്കുന്നത്, നിങ്ങൾ ഇടാതിരിക്കുന്നത്? അതിനൊരു വ്യക്തമായ മറുപടി എന്ന് പറയുന്നത്, അവർ പറയേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ പപ്പ എന്നോട് അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറയാൻ അവരെ പഠിപ്പിക്കരുത്. നിങ്ങളുടെ മമ്മിയെ നോക്ക്,
മമ്മി ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും ഇടരുത് എന്ന് പറഞ്ഞു കൊടുക്കരുത്. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ദൈവവചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി മാതാപിതാക്കൾക്കുണ്ടാകണം. ദൈവവചനം തുറന്നു നോക്കാതെ, ഈ സത്യം എന്തെന്ന് തിരിച്ചറിയാതെ, അവിടെയും ഇവിടെയും കിടക്കുന്ന വാർത്തകളും കാര്യങ്ങളും കണ്ടിട്ട് മലയാളികൾക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കരുത്. അതുകൊണ്ട് അതിന് പറഞ്ഞു കൊടുക്കേണ്ട വചന സത്യങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇത് പറയേണ്ടത് ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തിലെ അംഗങ്ങളെ, സഭയിലെ അംഗങ്ങളെ വിളിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതവരെ മറ്റുള്ളവരെന്നല്ല അറിയേണ്ടത്. ഇതല്ലെങ്കിൽ പോലും നമുക്കറിയാം, പെസഹ പെരുന്നാളിനെ കുറിച്ചുള്ള യാഗം അർപ്പിക്കുമ്പോൾ പുറപ്പാട് ദിവസം 12/27 ഞാൻ വിചാരിക്കുന്നു, അന്ന് മോശ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇത് എന്ത് എന്ന് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പിതാക്കന്മാരായി ചെയ്തു വച്ചിരിക്കുന്ന ഈ നിർണായകമായ ദൈവകൽപ്പന എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ലജ്ജാകരമായ ഒരു വിശദീകരണമാണ്. ഞങ്ങളാരും ഇടുന്നില്ലല്ലോ, നിങ്ങൾ ഇടണ്ട എന്ന് പറയുന്നതല്ല. ഇനി അങ്ങനെ ബൈബിളിൽ എന്തെങ്കിലും ഖണ്ഡിതമായ കൽപ്പന ഉണ്ടോ? അങ്ങനെ നമ്മൾ വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബൈബിളിൽ വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് ദിവസത്തിലേക്ക് നമുക്ക് നോക്കാം. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിലേക്ക് ആദ്യം വരാം. പുറപ്പാട് ദിവസം 33-ാം അധ്യായം. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ ആദ്യമുള്ള വാക്യങ്ങൾ തന്നെ വായിക്കുന്നതാണ് ഉത്തമം. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം വളരെ കൃത്യമായ ഒരു കൽപ്പന തന്നെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ കൽപ്പന എന്ന് അങ്ങനെ ചില ആൾ ചോദിക്കുന്ന വേറെ ചോദ്യമാണ്, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ ഇവിടെ ഇത് ഉപയോഗിക്കരുന്ന് ആരാ പറഞ്ഞേക്കുന്നത്? ചോദ്യം മനസ്സിലായോ? ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വേറെ കാര്യം പറയാം. ഇത് ആദ്യം വായിക്കാം, വായിച്ച ശേഷം ആദ്യം വിശദീകരണത്തിലേക്ക് പോകാം. 33-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യം, 3, 4, 5 വായിക്കാം. ഞാൻ വായിക്കട്ടോ? അത് വായിക്കുമോ? ഞാൻ വായിക്കാം. ശരി. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അവിടെ എന്നാ വായിച്ചേ? യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അപ്പോൾ കൽപ്പനയല്ലേ, തോന്നലല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലൊരു ഹർജി സുപ്രീം കോടതി വന്നാൽ ആ ഹർജിക്കാരന് അനുകൂലമായി വിധി വരികയും അതിന് സമാനമായ അതേ ഒരു തെറ്റ് ആ രാജ്യത്തിൽ ഉണ്ടാകുകയും ചെയ്താൽ പിന്നെ നടക്കുന്നത് വീണ്ടും ഒരു വിധിയല്ല, പിന്നെ എന്താ ചെയ്യുക? ആദ്യം വന്ന സുപ്രീം കോടതിയിലെ വിധി ബാധകമാണ് എന്ന് പറഞ്ഞ് വക്കീൽ അതെടുത്ത് ഉദ്ധരിക്കും. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു രാജ്യത്ത് അതിൻ്റെ സുപ്രീം കോടതി വിധി കൊണ്ടുവന്നാൽ ആ വിധി ആ രാജ്യത്ത് നിർണായകമായി നിലനിൽക്കും. ഭരണം പലതും മാറിയെന്ന് വരാം. കോൺഗ്രസ് മാറി, കമ്മ്യൂണിസ്റ്റ് വന്നു, BJP വന്നു. ഏത് ഗവൺമെൻറ് വന്നാലും സുപ്രീം കോടതിയിൽ തീരുമാനമാക്കിയ നിയമമായിരിക്കും. ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഇതിപ്പം പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിയണില്ലേ? അറിയണമല്ലോ. ദൈവമായ കർത്താവിൻ്റെ ഒരു വ്യക്തമായൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഈ ജനം അവിടുന്ന് പോരുമ്പോൾ
അതൊക്കെ നമുക്ക് അതിൻ്റെ പുറകിലുള്ള അധ്യായങ്ങൾ കാണാൻ കഴിയും. ഞാൻ എല്ലാ വാക്യങ്ങളും നമുക്ക് എടുത്ത് വായിക്കാനുള്ള സമയമില്ല, എങ്കിലും നമ്മൾ നോക്കിയാൽ കാണാം. വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടി അത് വായിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. ഈ അവരവരുടെ മിസ്രൈം വിട്ടു പോരുമ്പോൾ പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിന് 35-36 വാക്യങ്ങളൊക്കെ വരുമ്പോൾ അവരവിടെ നിന്ന് വിട്ടുപോരുമ്പോൾ അവർക്ക് അർഹിക്കപ്പെട്ട കാശൊന്നും ഇവർ കൊടുത്തില്ല. നമുക്ക് മനസ്സിലാകുന്ന കാര്യം പറയാം. ഇവരെ കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിച്ചു, അർഹിക്കപ്പെട്ട കാശ് കൊടുത്തില്ല. പോരാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ മതി, അയലക്കത്തൊക്കെ പോയിട്ട് അവരോടൊക്കെ ചോദിക്കുക, ഞാൻ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തരാൻ ചോദ്യരഹിതമായിട്ടങ്ങ് തരും, വാരിത്തരും. ഇവരങ്ങ് അർമാദിച്ചു. ഇത്രയും കിട്ടുകയല്ലേ. അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് അവർക്ക് കൊടുത്തു. 37-ാം അധ്യായത്തിൽ 25-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ 35-36 വാക്യങ്ങളിൽ 12, 35, 36 പുറപ്പാടിൽ നിങ്ങൾ നോക്കി മോന്ന് വായിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ അത് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ വായിക്കാം 35-ാം വാക്യം, പുറപ്പാട് 12:35. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് എന്തിനു വേണ്ടി ദൈവം ഇവരെ കൊണ്ട് എടുപ്പിച്ചെന്നറിയാവോ? ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. 25-ാം അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് ദിവസം 25, പുറപ്പാട് ദിവസം 25 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. 25-ന് 1 മുതൽ 3 വരെ. പുറപ്പാട് 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വായിച്ചാൽ 25-ന് 3, 4 നോക്കാം. 3, 4 വാക്യങ്ങൾ വായിക്കാം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി, രണ്ടും കൂടി ചേർത്ത് വായിക്കുക. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തകശുതോൽ, ഗദരമരം. അങ്ങനെ വാക്യം തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊന്ന്, വെള്ളി, താമ്രം ഇതെന്തിനു കൊണ്ടുവരാൻ പറഞ്ഞു? ഇത് എവിടുന്ന് അവർക്ക് കിട്ടിയത്? മിസ്രൈം വിട്ടു പോരുമ്പോൾ അവരുടെ മനസ്സ് നിറയെ ലഭിക്കുന്ന നിലയിൽ മിസ്രൈമ്യരുടെ മനസ്സിൽ ദൈവം കൃപ തോന്നിച്ചു. വാരി ഇവർ കൊടുത്തപ്പോൾ ഇവർ അർമാദിച്ചു. എന്തു പൊന്നെ ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യാതെ എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ സുഭിക്ഷമായി കൊണ്ടുവന്നുള്ളതെന്ന് ഓർത്തുപോലൊക്കെ ഇഷ്ടങ്ങനെ അർമാദിച്ചെന്ന് തന്നെ അങ്ങ് ചിന്തിച്ചോ. അപ്പോഴാണ് മോശ പറഞ്ഞത് എല്ലാം ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിന് വേറെ പരിപാടിയുണ്ട്, ഇതിനൊരു ആവശ്യം ഉണ്ട്. ആ ആവശ്യം യഹോവയായ ദൈവത്തിനു വേണ്ടി ഒരു വലിയ ദേവാലയം പണിയാൻ പരിപാടിയാണ്. ആദ്യം അതിനെ സമാഗമന കൂടാരം എന്ന പേരിൽ ഈ സമാഗമന കൂടാരത്തിലെ കൃപാസനം, അതായത് അതിവിശുദ്ധ സ്ഥലത്തുണ്ടാക്കിയ കൃപാസനത്തിലെ കെരൂബുകളും അതിലുണ്ടായിരുന്ന നിയമപ്പെട്ടകവും ഒക്കെ തങ്കം കൊണ്ടായിരിക്കണം. പിന്നെ നിലവിളക്ക് തങ്കം കൊണ്ടായിരിക്കണം. ചിലതൊക്കെ ഖദിരമരം തങ്കം കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കണം. അപ്പം ദൈവമായ കർത്താവിൻ്റെ ഷെക്കൈന അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യവും ദൈവത്തിൻ്റെ തേജസ്സും ഇറങ്ങി വസിക്കണം. അങ്ങനെ ഇറങ്ങി വസിക്കുന്ന സ്ഥലത്ത് ഈ പൊന്നു വേണം, തങ്കം വേണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തത്? അവർക്ക് കൃപ തോന്നി കൊടുത്തു വിട്ടത്. ഇനി 33-ാം അധ്യായത്തിന് പുറകിൽ 32-ാം അധ്യായത്തിൽ വരുമ്പോൾ മോശയുടെ വിക്ക് കാരണം ഒരാളുകളെ കൂടെ വിളിച്ചു. ആളുടെ പേരെന്നറിയാലോ? അഹരോൻ. കൂട്ട് സംസാരമൊക്കെ ഒന്ന് ശരിയായി കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങോട്ട് പർവ്വതത്തിലേക്ക് പോകാൻ പറ്റിയില്ല. മോശ വിക്കനായാലും നിന്റെ വിക്കുള്ള ആ നാക്കും നിന്റെ വിക്കുള്ളത് മതി എൻ്റെ പർവ്വതത്തിലേക്ക് നീ വരുമ്പോൾ. എനിക്ക് നീ വിവർത്തനക്കാരനെ കൊണ്ടുവരണ്ട. നിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് നിനക്ക് അഹരോനെ തന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ നിന്റെ വിക്കൊന്നും എനിക്ക് വിഷയമല്ല, നീ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. അങ്ങനെ ഈ മോശ പർവ്വതത്തിൽ പോയപ്പോൾ വരാൻ താമസിച്ചപ്പോൾ അനർഹനായ ഈ അഹരോൻ ഈ സാധനം എല്ലാം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ജനം പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇത്രയും നാളായി ഇവിടെ കഷ്ടപ്പെടുക. അവരറിഞ്ഞിട്ടൊക്കെയാണ് ഈ മോശമായത്, അറിയാതെയല്ല. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു അപ്പോൾ ഈ ജാതീയ വിഗ്രഹങ്ങളെ വിട്ടാണല്ലോ ഒരു മിസ്രൈമിൽ നിന്ന് വന്നത്. അതിൻ്റെ വിഷമം വെച്ച ഇത്രയും കാലം നടന്നത്.
അപ്പോൾ ഈ 10-40 ദിവസം ഒന്ന് മാറി നിന്നപ്പോഴത്തേക്ക് ഇവർക്ക് ആ വിഗ്രഹങ്ങളെ വിട്ടുവന്നതിൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ അതങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പം അഹ്റോനെ എത്തിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, പിടിച്ചിരിക്കാൻ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടേണ്ട സ്ഥലത്ത് ഉണ്ടാക്കേണ്ട വസ്തുക്കൾ എങ്ങോട്ട് മാറ്റി? അവർ ഊരിക്കൊടുത്ത സുമേധദാനങ്ങളുടെ ഒരു പങ്ക് അവർ സൂക്ഷിച്ചു വെച്ചു. ഇത് സൂക്ഷിച്ച് വെച്ചോണ്ടാണ് ഈ കള്ളന്മാരെന്നാ പറഞ്ഞത്, ഞങ്ങൾക്ക് ദേവനെ വേണം, ഞങ്ങൾക്ക് ആരാധിക്കണം. കാരണം ദൈവം പറഞ്ഞു കഴിഞ്ഞു, സുമേധദാനം വാങ്ങിച്ചാൽ മതി. അഹരോനെ, മോശം മക്കളെ, നിങ്ങൾ ആരെ ഇടിച്ചൊന്നും മേടിക്കണ്ട, എനിക്ക് എന്തെങ്കിലും തരുന്നെങ്കിൽ അത് സ്വമേധയായിട്ട് തരുന്നവരുടെ മതി എനിക്ക്, എങ്കിലേ എൻ്റെ ശോഭ അവിടെ തെളിയുള്ളൂ. അതുകൊണ്ട് സ്വമേധയായി കൊടുത്ത സാധനങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ ഈ അഹരോൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വിളിക്കപ്പെടാതെ കൂടെ ഇറങ്ങി തിരിച്ച ഈ അഹരോൻ ദർശനം നഷ്ടപ്പെട്ട് ദൈവിക കൽപ്പനയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവനായിട്ട് ഈ സ്വർണം കൊണ്ടൊരു വിഗ്രഹത്തെ, കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോഴാണ് ദൈവം പറഞ്ഞു, വേണ്ട കളി എൻ്റെ അടുത്ത്. അത് അടിച്ചൊട്ടച്ച് അരച്ച് കലക്കി ഇവനെയൊക്കെ കുടിപ്പിച്ചു. വായിച്ചു നോക്കും, 32 അധ്യായം വായിച്ചു. ഇവനെയൊക്കെ അങ്ങോട്ട് കുടിപ്പിച്ചു, സാധനം അരച്ച് കലക്കി അങ്ങോട്ട് കുടിപ്പിച്ചു. കാരണം എൻ്റെ തേജസ്സാണ് നീ നശിപ്പിക്കാൻ നോക്കുക, അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഇത് കുടിപ്പിക്കും. അഹരോൻ ഉൾപ്പെടെയുള്ള ജനം ഇത് കുടിച്ചിറക്കേണ്ടി വന്നു. പാലൊന്നുമല്ല, ഈ കൊടുക്കുന്ന സാധനം ഈ കാളക്കുട്ടിയെ ചാരമാക്കി കുടിപ്പിക്കുക. അപ്പോൾ ഇതൊന്ന് ഈ വിറകൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എത്തിയിരിക്കാം. ഈ സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ഒന്ന് കരിച്ചുരുക്കി എടുക്കണമെങ്കിൽ ചെറിയ പാടൊന്നുമല്ല, മനസ്സിലായോ? ഇത് ഇവരെ കൂടെ കുടിപ്പിച്ചു എന്ന് ദൈവം പറഞ്ഞു. തീർന്നു. സുപ്രീം കോടതി ഓർഡർ, അല്പസമയം നീ മേൽ നീയൊക്കെ ആഭരണം അടിയാട്ട് സ്വർണം കൊണ്ടുള്ള പരിപാടി നടക്കാട്ട് ചെയ്താൽ സംഹരിച്ചു കളയും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ഷമ നൽകുന്നു, മേലിൽ ഇത് കണ്ടുകൂടാ. ഇനി ആ വായിച്ച വാക്യം, ഈ പശ്ചാത്തലം ആ വാക്യം നോക്കിയേ, 33 അധ്യായത്തിൽ പറഞ്ഞ വാക്യം നോക്കിയേ. 33 അതിൻ്റെ നീ ആഭരണ നിക്കളെ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക. ഇനി 6-ാം വാക്യം, അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അപ്പോൾ മനസ്സിലായോ? ചുമ്മാ അങ്ങ് നിർത്തുകയല്ല, അതിനൊരു മഹാസംഭവം ഉണ്ടായി. സംഭവം ഉണ്ടായതിന് കാരണമുണ്ട്. ഇത് ദൈവതേജസ് ഇറങ്ങി വിളക്കാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയിട്ട പരിപാടിയെ പിശാചിൻ്റെ പരിപാടിയിലേക്ക്, അഥവാ ഇവർ വിട്ടുപോകുന്ന മിസ്രൈമിയിലെ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളെ ആക്കി മാറ്റിയിട്ട് അതിൻ്റെ മുമ്പിൽ ഇവർ കുമ്പിട്ട് വീഴാൻ തയ്യാറായതുകൊണ്ട് ദൈവം പറഞ്ഞു, തീഷ്ണതയുള്ള ദൈവം മേലിൽ എന്ന് പറഞ്ഞിട്ട് ഇത് എന്തെങ്കിലും തിരുത്തയുടെ സൗഹൃദം കാണിച്ചോ എന്നെ. ഈ ആഭരണം പഴയ നിയമത്തിലെ പഴയ നിയമ യാഗങ്ങൾ നിർത്തലാക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആ വഴിപാടുകളും യാടുകളുമല്ല, അതിൻ്റെ എല്ലാം പൂർത്തീകരണം യേശു ക്രിസ്തുവിൽ വരുത്തി. ആട്ടെ, ഈ പറയപ്പെട്ട തീരുമാനം എന്തെങ്കിലും പുതുക്കി പുതിയ നിയമത്തിൽ കർത്താവോ പഴയ നിയമത്തിൽ പ്രവാചകന്മാരോ എവിടെയെങ്കിലും തിരുത്തി കൊടുക്കാൻ അറിയാമോ? ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഇനി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പഴയ നിയമത്തിലെ യഹോവയല്ലേ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു? അത് ഇതിനൊക്കെ കുറഞ്ഞ ആളാണോ? ആണോ? അല്ലല്ല, അനന്യനായ ദൈവമാണ്, അനന്യനാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം രണ്ടല്ല, ഒന്ന്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ സുപ്രീം കോടതിയുടെ വിധി ഈ ഭൂമിയിൽ അവസാനിക്കുന്ന നാൾ വരെയും പ്രാബല്യത്തിൽ നിൽക്കുന്ന വിധിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അഴിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യമാക്കി, ഇത് നമുക്ക് അർഹിക്കപ്പെടാതെ ദൈവം നിരോധിച്ചിരിക്കുന്ന കഠിനമായ ഒരു കൽപ്പന തന്നു. ഇനി ഒരു കാര്യം പറഞ്ഞു, ഈ ചോദ്യത്തിൻ്റെ വിശദീകരണം ഞാൻ അവസാനിപ്പിക്കാം. അറിയാമോ, 10 കൽപ്പനകളല്ലേ ഇവിടുത്തെ? അതല്ലോ. ഈ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒരു കൽപ്പന ഇത്രയും ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ട് അറിയാമോ? വ്യഭിചരിച്ചാൽ ഞാൻ നിന്നെ ദഹിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊല ചെയ്താൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോഷ്ടിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൂട്ടുകാരൻ കള്ളസാക്ഷ്യം പറഞ്ഞാൽ ഈ 10 കൽപ്പന എടുത്തോ, ഇത്രയും കർശനമായ ഭാഷയിൽ വിലക്കിയിട്ടില്ല.
എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ടേ? ദൈവ തേജസ്സിനെ ഇവൾ പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. ജീവനുള്ള അച്ഛനായ ദൈവത്തെ നിങ്ങൾ ക്ഷയമുള്ള മനുഷ്യൻ, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി. അപ്പോൾ ഈ കാണുന്ന കാളക്കുട്ടിയെ ആക്കി എന്ന് പറഞ്ഞാൽ അക്ഷയനായ മനുഷ്യനെയാണ് കാളക്കുട്ടി. ക്ഷയിച്ചു പോകുന്ന ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, 10 കൽപ്പനകളിലും അതിശക്തമായൊരു കൽപ്പനയായിട്ട് വിശുദ്ധ ബൈബിളിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്തിരിക്കുന്ന അരുളപ്പാടിൽപ്പെട്ട കൽപ്പനയാണ്. ഇത് ഉപയോഗിക്കാൻ വിശുദ്ധ ബൈബിൾ നമ്മളെ അനുവദിച്ചിട്ടില്ല. അതിനുശേഷം ഇത് പുതുക്കി ആർക്കും കൊടുത്തായിട്ട് അറിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും ഓർക്കുകയാണ്. ഒരിക്കൽ ഹർജി കൊടുത്ത് ഹർജിക്കാരന് അനുകൂലമായ ഒരു വിധി സുപ്രീം കോടതിയിൽ വന്നാൽ രാജ്യമുള്ളൊരു കാലം നിയമമായിരിക്കുന്ന പോലെ സ്വർഗത്തിലെ ദൈവം വിധി കൽപ്പിച്ച ഈ വിധി മാറ്റമില്ലാത്തതായി തൻ്റെ സഭ എടുക്കപ്പെടുന്ന കാലം വരെയുള്ള എല്ലാ വിശ്വാസികളും ഖണ്ഡിതമായി പരിപാലിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കണം. അങ്കിൾ, അത് ചെറിയ ചോദ്യമായിരുന്നു, പക്ഷേ അങ്കിൾ വിശദമായിട്ടുള്ളൊരു മറുപടി നൽകി. അതൊരു നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടത് അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് എന്നുള്ള കാര്യമാണ്. അത് മാതാപിതാക്കളാണെങ്കിലും സഭയാണെങ്കിലും ഉത്തരവാദിത്തോടെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ദൈവം ഒരു കൽപ്പനയായി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ആഭരണം വർജിക്കണം എന്നുള്ളതായ വസ്തുത. അതിന് അനന്യായ ദൈവം അതിനൊരു മാറ്റം കൊണ്ടുവരികയോ ആ നിലവിൽ ഉണ്ടായ ആ ഒരു കൽപ്പനയ്ക്ക് യാതൊരു വിധമായ മാറ്റങ്ങളും ഇല്ലാത്തത് കാരണം അത് ഇപ്പോഴും നിയമമായിട്ട് തന്നെ നിലകൊള്ളുന്നു. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അങ്കിളുടെ മറുപടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ ഒരു കാര്യം, ഇസ്രായേൽ മക്കൾക്ക് അവിടെ മിസ്രൈമിൽ നിന്ന് അവർക്ക് ജോലി ചെയ്തതിന് അവർക്ക് കിട്ടേണ്ടതായ കൂലിക്ക് പകരമായി അവർക്ക് കിട്ടിയതായ ഈ ആഭരണങ്ങൾ അത് ദൈവത്തിന് വഴിപാടായി നൽകിയതായ കാര്യമാണ്. അതിന് ബാക്കിയുള്ളതാണ് അവർ വെച്ചത്. അത് ചെന്നെത്തിയത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പിശാചിന് വേണ്ടിയിട്ടാണ് ആ ബാക്കി വെച്ച ആഭരണം വന്ന് തീർന്നത് എന്നാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതായ ആളുകൾക്ക് അവിടെ ഒരു ശിക്ഷയും കിട്ടിയതായിട്ട് അങ്കിള് കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിച്ചത്, പക്ഷെ വിശദമായി തന്നെ അതിന് ഉത്തരങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട ദേവദാസന് അതിനുള്ളതായ നന്ദിയെ അറിയിക്കുന്നു. നമുക്ക് തുടർന്നും കുറേയും ചോദ്യങ്ങൾ നമ്മൾക്ക് ബാക്കിയുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡിൽ ആ ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായും നമ്മൾക്ക് മറുപടി നൽകണം. പ്രത്യേകിച്ച് ബൈബിളിൽ സ്വർണത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതായ ഒരു വിഷയം, അതുപോലെ തന്നെ സ്വർണവും വിഗ്രഹങ്ങളും തമ്മിലുള്ളതായ ബന്ധം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ, അതുപോലെ ഒരിക്കൽ കൂടി നമ്മളതൊരു കൽപ്പനയാണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ ആഭരണ വർജനം അത് ഒരു ഉപദേശമാണോ എന്നുള്ളതായ കാര്യവും നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറുപടി കേൾക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുന്ന എപ്പിസോഡും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ട്രൂ മീഡിയയുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ട്രൂ മീഡിയയുടെയും അതുപോലെ തന്നെ ഇരിങ്ങോൾ ബ്രദറൻ സഭ ഇതുപോലെയുള്ളതായ ബൈബിൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ അത് ഇടയാകും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിൽ സ്വർണത്തിൻ്റെ സ്ഥാനം എന്താണ്? പൊന്നിന് ബൈബിളിൽ വളരെ മാന്യമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലം, ദൈവസഭയ്ക്കുള്ളിൽ പിശാച് കയറി, ഈ പിശാച് ദൈവസഭയ്ക്കകത്ത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോ ഇങ്ങനെയും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ആത്മീകമായ സകല ചലനങ്ങളിൽ നിന്ന് തല്ലിക്കെടുത്തി ദൈവസഭയെ അനാത്മികമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദേവാലയം അത് തങ്കം കൊണ്ടുള്ള ആയുധങ്ങൾ അത് തന്നെ ആയിരിക്കണം. ഇതൊക്കെ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ലോകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ലോഹവസ്തുവാണ് സ്വർണം.